ഏകലവ്യൻ നിഷാദന്മാരുടെ തലവനായ ഹിരണ്യധനുസിന്റെ ദത്തുപുത്രനായിരുന്നു. ഹിരണ്യധനുസ് ജരാസന്ധന്റെ സൈന്യത്തിലാണ് ജോലി ചെയ്യുന്നത്. വാസുദേവരുടെ സഹോദരനായ ദേവാശ്രവസ് ആണ് ഏകലവ്യന്റെ പിതാവ്. ഏകലവ്യൻ ദ്രോണരെ സമീപിച്ച് അമ്പെയ്ത്ത് വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ആദരവോടെ അപേക്ഷിച്ചു. ദ്രോണർ പരിഹസിച്ച് തിരിച്ചേച്ചു. വർഷങ്ങളോളം അദ്ദേഹം സ്വയം പഠിക്കാനുള്ള ഒരു അച്ചടക്കമുള്ള പരിപാടി ആരംഭിച്ചു. ദ്രോണാചാര്യരുടെ കളിമണ്ണുകൊണ്ടുള്ള പ്രതിമയുണ്ടാക്കി പ്രതിമയെ തന്റെ ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹം എല്ലാ ദിവസവും തന്റെ ഗുരുവിന്റെ മുമ്പാകെ പരിശീലിച്ചു. ദ്രോണർ പിന്നീട് പാണ്ഡവരുമൊത്തു കാട്ടിൽ നായാട്ടിനു പോയപ്പോൾ ഏകലവ്യനെ കാണാനിടയാവുകയും ചെയ്യുന്നു. ഗുരുദക്ഷിണയായി ദ്രോണൻ ഏകലവ്യനോട് തന്റെ വലത്തെ തള്ളവിരൽ മുറിക്കാൻ ആവശ്യപ്പെടുന്നു. സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഏകലവ്യൻ പെരുവിരൽ വെട്ടി ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണയായി സമർപ്പിക്കുന്നു. ഏകലവ്യൻ പുനർജനിച്ചു ദ്രോണരുടെ ഘാതകനായി മഹാഭാരത യുദ്ധത്തിൽ വരുന്നു. ആരാണദ്ദേഹം? ഉത്തരം കമന്റ് ചെയ്യൂ.